സംസ്ഥാനത്തെ ജയിലുകളിൽ വൈദ്യുതി വേലികൾ ഉൾപ്പെടെ സ്ഥാപിച്ച് സുരക്ഷ ശക്തമാക്കിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജയിൽ ചട്ടങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ ജയിലിലെ അന്തേവാസികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ കർശന നടപടി സ്വീകരിക്കും. മധ്യമേഖലയിൽ ഒരു സെൻട്രൽ ജയിൽ കൂടി സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. അതേസമയം UDF കാലത്തെ അപേക്ഷിച്ച് സംസ്ഥാനത്ത് മദ്യ ഉപഭോഗം ഗണ്യമായി കുറഞ്ഞതായി മന്ത്രി MP രാജേഷ് ചോദ്യോത്തരവേളയിൽ സഭയിൽ മറുപടി നൽകി. സൗമ്യ കൊലക്കേസ് പ്രതി ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം സംബന്ധിച്ച പ്രതിപക്ഷാംഗങ്ങളുടെ ചോദ്യങ്ങൾക്കാണ് സഭയിൽ മുഖ്യമന്ത്രി മറുപടി നൽകിയത്. സംഭവത്തിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു. ജയിലുകളിൽ കൂടുതൽ സൗകര്യങ്ങൾ ആവശ്യമുണ്ട്. കോട്ടയം, പത്തനംതിട്ട മേഖല കേന്ദ്രീകരിച്ച് പുതിയ സെൻട്രൽ ജയിലിനുള്ള പ്രവർത്തികൾ ആരംഭിച്ചതായും മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു. വീഴ്ച വരുത്തിയ 4 ജയിൽ ജീവനക്കാരെ അന്വേഷണ വിധേയമായി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ജയിൽ ചട്ടങ്ങൾക്ക് വിരുദ്ധമായ നടപടികൾ ഈ ജയിലിലെ അന്തേവാസികളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ കർശനമായ നടപടി തന്നെ ഉദ്യോഗസ്ഥർ സ്വീകരിക്കാറുണ്ട്. കോട്ടയം, പത്തനംതിട്ട മേഖലയിൽ ഒരു സെൻട്രൽ ജയിൽ സ്ഥാപിക്കുന്നതിന് സ്ഥലം കണ്ടെത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് കണ്ടിട്ടുണ്ട്. സംസ്ഥാനത്ത് 3 വർഷത്തിനിടെ മദ്യ ഉപഭോഗം വൻതോതിൽ കുറഞ്ഞതായി മന്ത്രി MP രാജേഷ് ചൂണ്ടിക്കാട്ടി. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി വിപുലമായ പദ്ധതികളാണ് സർക്കാർ നടപ്പാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന്റെ വിൽപ്പനയുടെ അളവ് 2011-12 241.78 ലക്ഷം കേസായിരുന്നു. സർ, ഈ സർക്കാരിന്റെ കാലത്ത് 2024-25 അത് 228.60 ലക്ഷം കേസാണ്. അപ്പോൾ കഴിഞ്ഞ 3 വർഷത്തെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് ഇത് കുറവാണ് എന്നാണ് കാണുന്നത്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അടക്കമുള്ള മന്ത്രിമാരും ചോദ്യോത്തരവേളയിൽ വിവിധ വിഷയങ്ങളിൽ മറുപടി നൽകി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.